ഹലോ ഗൈസ്, മൈ വീക്കെൻഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കാറിൻ്റെയോ ബൈക്കിൻ്റെയോ അങ്ങനെ മറ്റ് വാഹനങ്ങളോ സ്ക്രാച്ച് ആയാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. അപ്പോൾ പൊതുവേ നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ചെറിയ സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടി സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇവിടെയാണ് ചെറിയ സ്ക്രാച്ച് വീണിട്ടുള്ളത്. സോ അതിപ്പം ഞാൻ രാവിലെ അത് വണ്ടിയൊക്കെ കഴുകി പൊത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം കുറച്ച് ടൈം കിട്ടി, അപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഷീബൻ്റെ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആമസോണിൽ വെറുതെ ബ്രൗസ് ചെയ്യുമ്പോൾ കണ്ടതാണ് ഇങ്ങനെ ഒരു സ്ക്രാച്ച് റിമൂവറെ പറ്റിയിട്ട്. ഷീബ എന്ന കമ്പനീൻ്റെ പേര്. വെറും 126 റുപ്പീസേ ഉള്ളൂ അതിൻ്റെ പ്രൈസ്. സോ ഭയങ്കര ചീപ്പാണ്. നമ്മളിപ്പോൾ മെക്കാനിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ വർക്ക്ഷോപ്പിലോ പോയാൽ ഏകദേശം ഒരു 1000 എബോവ് ചാർജ് ചെയ്യും ഇത് ചെറിയ സ്ക്രാച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. സോ അതിന് പകരം ഞാൻ വിചാരിച്ചു 126 റുപ്പീസല്ലേ, വെറുതെ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്താ ഉള്ളത്. സോ അതിൻ്റെ കൂടെ ഒരു സ്പോഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. സോ ഇതാണ് ആ പ്രോഡക്റ്റ്. വെറും 126 റുപ്പീസ് മാത്രമേ ഇതിന് പ്രൈസ് ഉള്ളൂ. ഇതിൻ്റെ കൂടെ വന്നതാണ് ഈ സ്പോഞ്ചും ഇതും വെച്ചിട്ടാണ് നമ്മളിന്ന് സ്ക്രാച്ച് റിമൂവ് ആവാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ഞാൻ കാർ കഴുകിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ ഏരിയ നല്ലോണം വൃത്തിയായതിനു ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. അല്ലെങ്കിൽ സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കൂടുതൽ സ്ക്രാച്ചസിലേക്ക് നീങ്ങും. സോ അതിന് പകരം നമ്മൾ എന്ത് വെച്ചാൽ കാർ നല്ല വൃത്തിക്ക് കഴുകി പൊടിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനായി തുടച്ചതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ അത് കുറച്ച് കെയർഫുള്ളായി നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൺലൈറ്റിന് അണ്ടറിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സും നല്ല ഡസ്റ്റ് ഇല്ലാത്ത സറൗണ്ടിങ്സ് ആയിരിക്കണം പുറത്ത് ചുറ്റുപാടുള്ളത്. ഇത് ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക, സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. സോ അത്യാവശ്യം കുറച്ചൊരു നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്തിട്ട് വേറെ മൈക്രോ ഫൈബർ ക്ലോത്ത് അതിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമ്മൾ സ്പോഞ്ച് കൊണ്ട് ഞാൻ റബ്ബ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് സ്ക്രാച്ച് റിമൂവ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ക്രാച്ചും കൂടി റിമൂവ് ചെയ്തോളാം. ഇത് അപ്ലൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുവിധം സ്ക്രാച്ചൊക്കെ പോയി. നമുക്ക് തുണിയും കൊണ്ട് റബ്ബ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഓൾമോസ്റ്റ് ക്ലിയർ ആയി. ചെറിയൊരു സ്ക്രാച്ച് പോലെ ചെറിയൊരു പാട്ടുണ്ട്, അതും കൂടി നമുക്ക് എടുക്കാൻ പറ്റുമോ? കാണാൻ മാത്രമൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് എങ്ങനെയാലും നല്ലതാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുവിധം കംപ്ലീറ്റ്ലി ഒരു 98% സ്ക്രാച്ച് റിമൂവ് ആയിട്ടുണ്ട്. ഒരു ചെറിയ പോറൽ പോലത്തെ സ്ക്രാച്ച് മാത്രമേ ബാലൻസ് ഉള്ളൂ. അത് ഒന്നുകൂടി അപ്ലൈ ചെയ്താൽ പോകേണ്ടതേ ഉള്ളൂ. ഓൾമോസ്റ്റ് 98% സ്ക്രാച്ച് പോയി. അപ്പോൾ പ്രോഡക്റ്റ് അത്രയും നല്ല പ്രോഡക്റ്റാണ്. വെറും 126 റുപ്പീസിന് നല്ല ലാഭമാണ്, നല്ല വർത്താണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രാച്ച് റിമൂവ് ചെയ്തതിന് ശേഷം ചെറുങ്ങനെ പോളിഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ എൻ്റെ അടുത്തൊരു പോളിഷ് മുമ്പേ ഉണ്ടായിരുന്നു. സോ നോർമലി വാഷ് ചെയ്തിട്ട് ചിലവരൊക്കെ കാർ പോളിഷ് ചെയ്യുന്നത് കാണാം. സോ അങ്ങനെ ഈ ഏരിയ വേണമെങ്കിൽ ഈ ഏരിയ മാത്രം ഒന്ന് പോളിഷ് ചെയ്താൽ കുറച്ചും കൂടെ ഷീന് കിട്ടും. ചെറിയൊരു മാറ്റി ഫീൽ ആയിരിക്കും ആ സ്ക്രാച്ച് റിമൂവ് ചെയ്തതിന് ശേഷം ഉണ്ടാവുക. സോ ആ ഏരിയ ഒന്ന് ഒരു ഷീന് കിട്ടാൻ വേണ്ടി ഒന്ന് പോളിഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഞാൻ ഓൾമോസ്റ്റ് കാറൊക്കെ രാവിലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം പോളിഷ് ചെയ്യാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കാർ കവർ ചെയ്തത്, രാവിലെ കവർ ചെയ്ത് പൊടിയൊന്നാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മൊത്തത്തിൽ പോളിഷ് ചെയ്യണം. സോ അതിന് സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോ ഇല്ല നെക്സ്റ്റ് എപ്പിസോഡിൽ അതിന് ശേഷമുള്ള ഏതെങ്കിലും എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും വേറെ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പം ഇന്നത്തെ സ്ക്രാച്ച് റിമൂവലിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വേറെ നല്ല ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ടിൽ ദെൻ ബൈ.